ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വേർപാടിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ജാതിമത വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹ ആദരവുകൾ പിടിച്ചുപറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ നാടിന് ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും എല്ലാവർക്കും ഒരു മാതൃക ആവേണ്ടതാണ്. ആ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരുപാട് നന്മകളുടെയും സാമാന്യ മര്യാദകളുടെയും ഒരു മൂർത്തോദ്ഭാവമായിരുന്നു അദ്ദേഹം. രാജഭരണമില്ലെങ്കിലും ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ യാതൊരു അഹങ്കാരവും ധിക്കാരവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളില്ലായിരുന്നു. വളരെ വിനയത്തോടുകൂടി വളരെ ലാളിത്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പെരുമാറിയിട്ടുള്ള സംസാരിച്ചിട്ടുള്ളത്. ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന അഗാധമായ ഒരു പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠ, മറ്റുള്ളവർക്ക് വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കുന്ന നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു വലിയ ഒരു ചിന്താഗതി അദ്ദേഹം കൊണ്ടുവന്നത്. ഈ രാജഭരണത്തെയും ജനാധിപത്യ ഭരണത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച അവസാനത്തെ കണ്ണിയാണ് അന്തരിച്ചു പോയ ഉത്രാടവർമ്മ മഹാരാജാവ്. തിരുവിതാംകൂർ രാജകുടുംബത്തിന് എന്നും ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഉത്രാടവർമ്മ മഹാരാജാവ് അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തെ ജനങ്ങൾ എപ്പോഴും രാജാവായി കണ്ട് ആദരിച്ച ഒരു വ്യക്തിയാണ്. ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണെങ്കിൽ പോലും അതുമായി ഏറ്റവും ഇഴുകിച്ചേർന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ച മഹാനാണ് മഹാരാജാവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലളിത ജീവിതം ഒരു മാതൃകയാക്കിയ മഹത് വ്യക്തിയാണ് അദ്ദേഹം. മഹാപണ്ഡിതനായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ആ പാണ്ഡിത്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം എപ്പോഴും ഭരണകർത്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഉപദേശങ്ങൾ നൽകുവാനും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകൾ എപ്പോഴും ഉണ്ടായിരുന്നു. കലാഹൃദയനും അതുപോലെ തന്നെ കായിക പ്രേമിയുമായിരുന്നു. രാജകുടുംബത്തിൻ്റെ പ്രൗഢിയും ഔന്നത്യവും അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ലളിത ജീവിതം നയിച്ച് ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ഇടപഴകിയ തികച്ചും ജനകീയനായിരുന്ന രാജകുടുംബത്തിലെ മഹനീയ വ്യക്തിത്വമായിരുന്നു മാർത്താണ്ഡവർമ്മ രാജ.